എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 5 ഓഫ് വെൽത്ത് മാഗ്നറ്റ് സീരീസ് ആണ് കേട്ടോ. ഫൈനൽ ഡേ ആണ്. ആദ്യമേ തന്നെ യൂണിവേഴ്സിന് ഞാൻ താങ്ക് യു പറയുകയാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ 5 ഡേയ്സും എനിക്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ ഈ സീരീസ് വന്ന്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫൈനൽ ഡേ ആണല്ലേ. നമ്മൾ ഇത്രയും ദിവസം 4 ദിവസവും ഒരുപാട് പ്രാക്ടീസസും സ്വിച്ച് വേർഡ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്രയും ദിവസം എന്താണ് നമ്മൾ യൂണിവേഴ്സിനെ അറിയിക്കുന്നു, ഞാൻ പണം സ്വീകരിക്കാൻ തയ്യാറാണെന്ന്, പിന്നെ മണിയോടുള്ള മൈൻഡ് സെറ്റ് മാറ്റുന്നു, മണിയോട് ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ എന്താണ്, നമ്മൾ മണിയെ തേടി പോവുകയായിരുന്നു അല്ലേ, പണത്തെ തേടി പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസ് നേരെ തിരിച്ചാണ് കേട്ടോ. പണം നമ്മളെ തേടി എത്തുന്നതായിട്ടുള്ള കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത്ര 4 ദിവസം നമ്മൾ എന്താണ് നമ്മുടെ ബ്ലോക്കേജസ് ഒക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളെ എല്ലാം മാറിയെന്നല്ല പറയുന്നത്, എന്നാലും ഏറെക്കുറെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി പണമാണ് നമ്മളെ തേടി എത്തേണ്ടതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കാൻ പോകുന്നത് പണം നമ്മളെ തേടി എത്തുന്നു എന്നാണ് കേട്ടോ. അതിനെ ബേസ് ചെയ്തുള്ള പ്രാക്ടീസസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമേ തന്നെ ഒരു 3 അഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ഫുൾ ഫീലോടുകൂടി പറയുക കേട്ടോ. അഫർമേഷൻ ഇതാണ്: ഞാൻ പണത്തെ ആകർഷിക്കുന്നു, പണം എന്നെ സ്നേഹിക്കുന്നു, സമ്പത്ത് എൻ്റെ ഭാഗ്യമാണ്. ഞാൻ പണം ആകർഷിക്കുന്നു, പണം എന്നെ സ്നേഹിക്കുന്നു, സമ്പത്ത് എൻ്റെ ഭാഗ്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഫീലോടുകൂടി പറയുക. ഇപ്പോൾ പണമാണ് നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ്സും ഗ്രേറ്റ്ഫുൾനെസ്സും ഒക്കെ നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്രയും ഫീലോടുകൂടി തന്നെ ഈ 3 അഫർമേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ നമ്മുടെ സ്വിച്ച് വേർഡ് പ്രാക്ടീസ്, നമ്മൾ അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എനർജി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം അല്ലേ അതിനോടൊപ്പം. അപ്പോൾ നമ്മൾ എനർജി ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന സ്വിച്ച് വേർഡാണ് റീച്ച് ഡിവൈൻ ബ്രിങ് count now. Reach, divine, bring, 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 count now. അപ്പോൾ ഇത് ഒരു 21 ടൈംസ് നിങ്ങൾ ചാൻറ്റ് ചെയ്യുക. ഇത് ആദ്യം കുറച്ച് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് ആദ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഈ ഡേ ഫസ്റ്റിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചാൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ സ്വിച്ച് വേർഡ് ഒന്ന് ചാൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു റിച്വലാണ് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ആവശ്യത്തിലേറെ മണിയുണ്ട് നമ്മുടെ കയ്യിൽ. കാരണം നമ്മൾ തേടി പോകാതെ പണം നമ്മളിങ്ങനെ തേടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ റിച്വലിനെ തിരഞ്ഞെടുക്കേണ്ടത് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ടെയ്നർ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ ഇതിനായിട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ കപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത കണ്ടെയ്നറിലേക്ക് ഒരു കോയിൻസോ അല്ലെങ്കിൽ നോട്ടോ നിങ്ങൾക്കിടാം. പക്ഷേ ഇടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കോയിൻസാണ് എടുക്കുന്നതെങ്കിൽ കോയിൻസിൻ്റെ എണ്ണം, അതിൻ്റെ വാല്യൂ അല്ല. ഇപ്പോൾ 1 രൂപ കോയിൻ ആണെങ്കിൽ അതിൻ്റെ 1 രൂപ എന്നുള്ള വാല്യൂ അല്ല. ആ കോയിൻസിൻ്റെ എണ്ണം എങ്ങനെയാണ്, ഓഡ് നമ്പറിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളിന് 1 രൂപ കോയിൻ ആണെങ്കിൽ ഒരെണ്ണം 3 എണ്ണം ആ റേഞ്ചിലിടുക. അല്ല നിങ്ങൾ നോട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളിന് 10 രൂപ നോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 10 രൂപ നോട്ട് ഇല്ലെങ്കിൽ 3 എണ്ണം അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. ഇപ്പോൾ ഒന്നായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോയിൻസോ നോട്ട്സോ തിരഞ്ഞെടുക്കുമ്പോൾ ഓഡ് നമ്പർ തിരഞ്ഞെടുക്കുക. അതെന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കപ്പിൽ ഇടുക. ഇട്ടതിന് ശേഷം ആ കപ്പിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ കൈകൊണ്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 3 ഡീപ്പ് ബ്രെത്ത് എടുക്കുക കേട്ടോ. കണ്ണടച്ച് 3 ദീർഘശ്വാസം എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ കൈ അങ്ങനെ തന്നെ മൂടി പിടിച്ചേക്കണം കപ്പിൻ്റെ മുകൾ ഭാഗം. എന്നിട്ട് പറയുക, ഞാൻ പണം ആകർഷിക്കുന്നു, ഞാൻ പണം ആകർഷിക്കുന്നു, ഞാൻ പണം ആകർഷിക്കുന്നു. ഇത് ഒരു 3 തവണ അല്ലെങ്കിൽ 7 തവണ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ ഈ പറയുന്നത്. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കണ്ണടച്ച് ഈ ഒരു അഫർമേഷൻ പോലെ ഇങ്ങനെ പറയുകയാണ്. ഇതൊരു 3 or 7 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ അതിനെ മുകൾ ഭാഗം അടച്ചു പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ അഫർമേഷനും പറഞ്ഞു. പെട്ടെന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് കപ്പിനുള്ളിൽ ഫോം ആവുകയാണ് കേട്ടോ. യൂണിവേഴ്സിൽ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് ആ കപ്പിനുള്ളിൽ ഫോമായി ആ ഗോൾഡൻ ലൈറ്റ് പതിയെ നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ ഗോൾഡൻ ലൈറ്റ് അപ്പോൾ പതിയെ ആ ഗോൾഡൻ ലൈറ്റ് കയ്യിൽ പ്രവേശിക്കുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കും എത്തുന്നുണ്ട്.
ഒപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു അതിശയം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു രൂപ കോയിൻ ആയിരിക്കും ഇട്ടത്, പക്ഷേ അതിപ്പോൾ കപ്പ് ഒരുപാട് പണത്താൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എടുത്ത കപ്പ് വന്നിട്ട്, പക്ഷേ ആ ഒരു കോയിൻസിനായിക്കോട്ടെ ആ ഒരു നോട്ടിനായിക്കോട്ടെ ഇപ്പോൾ ഗോൾഡൻ കളറുമാണ്. അത്രയ്ക്ക് സമ്പത്ത് അതിൽ നിന്നും ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കപ്പിൽ നിന്നും ഒഴുകി ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയേണ്ടത്, നിങ്ങളത് വിഷ്വലൈസ് ചെയ്തതിനൊപ്പം നിങ്ങൾ പറയേണ്ടത്, ഞാനിപ്പോൾ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഇത് ഒരു 3 തവണ പറയുക. ഞാനിപ്പോൾ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഇതൊരു 3 തവണ അല്ലെങ്കിൽ 7 തവണ, അത് നിങ്ങൾ ഓഡ് നമ്പർ വൈസിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വിഷ്വലൈസേഷൻ അവസാനിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡേ 5 വരെ കംപ്ലീറ്റ് ആക്കി. അതിൽ ഇന്ന് നമ്മൾ എന്താണ്, പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇന്നത്തെ പ്രാക്ടീസസ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഞാനൊരു 5 സ്വിച്ച് വേർഡ്സ് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ, ഓരോ ദിവസം ഓരോന്നായിട്ട്. പക്ഷേ ഇത് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിലേതോ ഒരു ഡേയിലാണ് നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായും അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് മണിയോ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസോ ഒക്കെ കിട്ടിയ ഒരു ദിവസം ഉണ്ടാകും നിങ്ങൾക്ക്. ബാക്കി ഇത് ചിലപ്പോൾ ചിലർക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ അത് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിലൊരു ഡേ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ആ ഡേ ഉണ്ടെങ്കിൽ ആ ഡേയിൽ നിങ്ങൾ ഏത് സ്വിച്ച് വേർഡാണോ അതിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് വർക്കാവുന്ന സ്വിച്ച് വേർഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ സ്വിച്ച് വേർഡ് പറഞ്ഞ ഡേയിലായിരിക്കും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് മണി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മണി റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു ഡേ ആയിരുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് വർക്കാകുന്ന സ്വിച്ച് വേർഡ്. അപ്പോൾ ആ സ്വിച്ച് വേർഡ് എന്ത് ചെയ്യുക, നിങ്ങൾ നിരന്തരം ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാ സ്വിച്ച് വേർഡ്സും എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ് ആകില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്വിച്ച് വേർഡാണോ നിങ്ങൾക്ക് ബെനിഫിറ്റായി തോന്നിയത് ആ സ്വിച്ച് വേർഡ് മാത്രം ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ആകും കേട്ടോ. അപ്പോൾ സ്വിച്ച് വേർഡ് കണ്ടുപിടിക്കുക. അതുപോലെ ഈ 5 ഡേയ്സ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എന്നോ എന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റിൽ. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ്, മണിയോടുള്ള മൈൻഡ് സെറ്റാണോ മാറിയത്? ചിലർക്ക് മണി എന്ന് പണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയമുള്ളവരുണ്ടായിരിക്കാം. ഭയമെന്ന് പറയുമ്പോൾ നാളെക്കുറിച്ച് ഓർത്തുള്ള ഭയങ്ങൾ ഉണ്ടായിരുന്നവരായിരിക്കും. അത് പൂർണ്ണമായി മാറിയില്ലെങ്കിലും ഏറെക്കുറെ മാറാൻ സാധിച്ചു. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, നിങ്ങൾക്കിത് ചെയ്തപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിയോ, ഇതൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം. അതുപോലെ നാളെ മുതൽ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് മണി ബ്ലോക്ക് സീരീസ്. നമ്മളിപ്പോൾ ഇത്രയും വെൽത്ത് മാഗ്നറ്റ് സീരീസ് ചെയ്തതിനോടൊപ്പം നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് കുറച്ച് ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മണി ബ്ലോക്ക് സീരീസ് കൂടെ അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നിങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്താലും ചിലർക്ക് കുറച്ചൊക്കെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് മൈൻഡിലുണ്ടാവും മണിയെക്കുറിച്ച്. അപ്പോൾ ആ ബ്ലോക്കേജസ് മാത്രം നമുക്കൊരു സെക്ഷനായിട്ട് ഒരു 5 ഡേയ്സ് നമുക്ക് ചെയ്ത് ആ സീരീസും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. നാളെ മുതൽ മണി ബ്ലോഗ് സീരീസാണ് കേട്ടോ ഞാൻ കൊണ്ടുവരുന്നത്. ഈ 5 ഡേയ്സ് നിങ്ങൾ 5 ഡേയ്സ് തുടർച്ചയായി ചെയ്യണം കേട്ടോ. ഓരോ ദിവസത്തെ ക്ലാസ്സും അതത് രീതിയിൽ തന്നെ ചെയ്തു പോകുക. മണി ബ്ലോഗ് സീരീസിനും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ഫോളോ ചെയ്യുക.